പ്രിയങ്കരരായ കൊച്ചു കൂട്ടുകാരെ, നായയും മൊന്തയും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അതിൽ ഒരു നല്ല ഗുണപാഠമുണ്ട്. ഇനി ഒരു കവിത കൂടി കേൾക്കാം. അതും ഒരു ഗുണപാഠ കവിതയാണ്. എല്ലാ കൂട്ടുകാർക്കും അവധിക്കാലം ഏറ്റവും രസകരമായ അനുഭവമാകട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം മണി കെ ചന്താപൂര്. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും അവധിക്കാലം ആഘോഷിക്കുന്ന തിരക്കിലാണല്ലോ. കളിയും ചിരിയും വർത്തമാനങ്ങളും ഒക്കെയായി വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അസുലഭ മുഹൂർത്തങ്ങളാണ് അവധിക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഈ അവധിക്കാലത്ത് എൽക്കാന AJB സ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്കായി ഒരു ചെറിയ കഥ പറയാം. ശ്രദ്ധയോടെ കേൾക്കുക. കഥയുടെ പേര് നായയും മൊന്തയും. നായയും മൊന്തയും. പാണ്ഡൻ നായയ്ക്ക് വല്ലാത്ത വിശപ്പ് തോന്നി. വയറു നിറയെ വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇത്തിരി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. പാണ്ഡൻ നടന്ന് നടന്ന് പങ്കിയമ്മുമ്മയുടെ കുടിലിൻ്റെ മുറ്റത്തെത്തി. ഭാഗ്യം, അടുക്കള തുറന്ന് കിടക്കുന്നു. അവൻ ചുറ്റും നോക്കി. ആരുമില്ല. പതുക്കെ അടുക്കളയിലേക്കു കയറി. കറിച്ചട്ടി തുറന്നു കിടക്കുന്നു. ഒരു പാത്രത്തിലും ഒന്നുമില്ല. പാണ്ഡൻ പാത്രങ്ങൾ മണത്തു നടക്കുന്നതിനിടയിൽ അടുപ്പിൽ മൊന്ത അടച്ചു വച്ചിരിക്കുന്നത് കണ്ടു. പാണ്ഡൻ മൊന്തയ്ക്കുമേൽ വച്ചിരുന്ന പാത്രം പതുക്കെ തട്ടി നീക്കി. ഹായ്, പായസം! പായസത്തിൻ്റെ രുചി ഓർത്തപ്പോൾ നാവിൽ വെള്ളം വന്നു. അവൻ മൊന്തയിലേക്കു തലകടത്തി. കയറുന്നില്ല. വീണ്ടും ശ്രമിച്ചു നോക്കി. കയറുന്നില്ല. മൂന്നാം തവണ മുഖം മൊന്തയ്ക്കുള്ളിലായി. അപ്പോൾ അബദ്ധം പറ്റിയല്ലോ എന്ന വിചാരവും ഉണ്ടായി. എങ്കിലും പായസം കുറേ നക്കിക്കുടിച്ചു. വീട്ടുടമ കണ്ടാൽ കൊന്നതു തന്നെ. കണ്ണു കാണാൻ കഴിയാത്തതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയവുമില്ല. പാണ്ഡൻ തപ്പിത്തപ്പി ഒരുവിധം പുറത്തു വന്നു. പുറത്തുപോയ അമ്മുമ്മയുടെ ശബ്ദം മുഴങ്ങി. പാണ്ഡൻ മൊന്തയിൽ വീണ തലയുമായി കുറേ നേരം ഓടി. ഓട്ടത്തിനിടയിൽ വീഴുകയും മൊന്തയിൽ വീണ തല എവിടെയൊക്കെയോ ചെന്നിടിക്കുകയും ചെയ്തു. പാണ്ഡൻ ക്ഷീണിച്ച് ഒരിടത്തിരുന്നു. അപ്പോൾ അടുത്തുനിന്ന് മ്യാവ് മ്യാവ് എന്നൊരു ശബ്ദം. പാണ്ഡന് സന്തോഷമായി. അവൻ ഉറക്കെ ചോദിച്ചു, ചങ്ങാതി, എൻ്റെ തലയിൽ വീണ ഈ മൊന്ത എടുത്തു തരാമോ? പൂച്ചമ്മ പറഞ്ഞു, നിന്റെ സൂത്രം എന്നോട് വേണ്ട. പാണ്ഡൻ അവിടെ കിടന്നു. കുറേ കഴിഞ്ഞ് അടുത്തെവിടെയോ നിന്ന് കൊക്കക്കോക്കോ എന്നൊരു കൂവൽ കേട്ടു. പാണ്ഡൻ തലപൊക്കി ഉറക്കെ ചോദിച്ചു, ചങ്ങാതി, എൻ്റെ തലയിൽ വീണ മൊന്ത എടുത്തു തരാമോ? കോഴിയും പറഞ്ഞു, കൊള്ളാം, നിന്റെ സൂത്രം എന്നോട് വേണ്ട.
കൊക്കരക്കോ പാട്ടും പാടി പൂവനും സ്ഥലം വിട്ടു. പാണ്ഡൻ കിടന്നിടത്തു തന്നെ കിടന്നു. അങ്ങനെ കിടക്കെ മരക്കൊമ്പിൽ കാ കാ എന്നൊരു ശബ്ദം കേട്ടു. അവൻ കാക്കയോടും സഹായം ചോദിച്ചു. കാക്കയും മറ്റുള്ളവർ പറഞ്ഞതു തന്നെ പറഞ്ഞ് ചിറകടിച്ച് ദൂരേക്കു പറന്നുപോയി. പാണ്ഡൻ്റെ മുഖത്തിരുന്ന മൊന്തയ്ക്ക് ക്ഷമ കെട്ടു. മൊന്ത പറഞ്ഞു, പാണ്ഡ, പരസഹായത്തിന് കേഴും മുമ്പ് നിനക്ക് സ്വയം ഒന്ന് പരിശ്രമിച്ചുകൂടെ? ആരുടെയും സഹായമില്ലാതല്ലേ നീ മൊന്തയിൽ തലയിട്ടത്? പാണ്ഡന് അത് ശരിയെന്ന് തോന്നി. അവൻ തലകുനിച്ച് മൊന്ത തറയിൽ മുട്ടിച്ച് മുൻകാലുകൾ കൊണ്ട് അതിൽ മുറുകെ പിടിച്ച് സർവശക്തിയും സംഭരിച്ച് ഒറ്റ വലി. ഹാവൂ, എന്തൊരാശ്വാസം! മൊന്ത വേറെ, മുഖം വേറെ. എങ്കിലും കുറച്ചു നേരം കണ്ണിൽ ഇരുട്ടു തന്നെയായിരുന്നു. പിന്നെ പതുക്കെ കണ്ണ് തെളിഞ്ഞു വന്നു. പാണ്ഡൻ പ്രാണനും കൊണ്ട് ദൂരേക്ക് ഒറ്റ ഓട്ടം.